പാലക്കാട് മുണ്ടൂരിൽ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അലന്റെ സംസ്കാരം നാളെ നടക്കും. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം സ്വകാര്യ ആശുപത്രിയുടെ മോർച്ചറിയിലേക്ക് മാറ്റി. കാട്ടാനയുടെ ആക്രമണത്തിൽ അലന്റെ നെഞ്ചിൽ ആഴത്തിൽ മുറിവേറ്റിരുന്നു. അതിനിടെ സംഭവത്തിൽ BJP DFO ഓഫീസിലേക്ക് പ്രതിഷേധം സംഘടിപ്പിച്ചു. വിവരങ്ങളുമായി അരുൺ ആലത്തുറപ്പ് ചേരുന്നു. അരുൺ, ഇന്ന് ഉച്ചവരെ എന്താണ് സംഭവിച്ചത്? മുണ്ടൂരിൽ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അലന്റെ സംസ്കാരം നാളെ നടക്കും. വലിയ പ്രതിഷേധമാണ് അവിടെ നടക്കുന്നത്. നാട്ടുകാരും ബന്ധുക്കളുമൊക്കെ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തുന്നുണ്ട്. ഒപ്പം BJPയുടെ പ്രതിഷേധവും ഇന്ന് നടന്നു. അരുൺ ആലത്തുറപ്പും ചേരുന്നു. അരുൺ, ഇന്ന് ഉച്ചവരെ അലന്റെ മരണത്തിനു പിന്നാലെ സംഭവിച്ചത് എന്തൊക്കെ? പാലക്കാട് മുണ്ടൂരിൽ ഈ കാട്ടാന ആക്രമണത്തിൽ യുവാവ് കൊല്ലപ്പെട്ട സംഭവത്തിൽ വ്യാപക പ്രതിഷേധമാണ് ഇന്ന് ഉയർന്നത്. വനംവകുപ്പ് അനാസ്ഥയിൽ പ്രതിഷേധിച്ചുകൊണ്ട് BJP പ്രവർത്തകർ DFO ഓഫീസിലേക്ക് രാവിലെ മാർച്ച് നടത്തുകയുണ്ടായി. തീർത്തും സമാധാനപരമായിട്ടായിരുന്നു മാർച്ച് നടത്തിയത്. എന്നാൽ പോലീസ് പിന്നീട് പ്രതിഷേധിച്ച പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കുന്നത് ഉൾപ്പെടെ ഉണ്ടായി. അതിനിടെ CPMന്റെ ഹർത്താൽ മുണ്ടൂരിലുണ്ടായിരുന്നു. ആ ഹർത്താലും പൂർണ്ണമായിരുന്നു. കറകമ്പോളങ്ങളൊക്കെ പൂർണ്ണമായും തടഞ്ഞു കിടക്കുന്ന സ്ഥിതി തന്നെയായിരുന്നു. അതിനുശേഷം പാലക്കാട് ജില്ലാ ആശുപത്രിയിലാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത്. ഇതിനിടെ വനംവകുപ്പിനെതിരെ നാട്ടുകാർ ഈ മോർച്ചറി ഭാഗത്ത് രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടായി. ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിയ A. പ്രഭാകരൻ MLAക്ക് നേരെയും ചിലരുടെ പ്രതിഷേധം ഉയർന്നു. ഒടുവിൽ 5 ലക്ഷം രൂപ ഉടൻ തന്നെ അലന്റെ ഹോസ്പിറ്റലിന്റെ കുടുംബത്തിന് ധനസഹായം നൽകുമെന്നും അമ്മ വിജിയുടെ ചികിത്സയ്ക്കായി 2 ലക്ഷം രൂപ നൽകുമെന്നും അധികൃതർ അറിയിച്ചു. പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയ യുവാവിന്റെ മൃതദേഹം പാലക്കാട് സ്വകാര്യ ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. നാളെയാണ് സംസ്കാരം നടത്തുക. ഏതായാലും കാട്ടാന ആക്രമണത്തിൽ പരിക്കേറ്റ ഈ അലന്റെ അമ്മ വിജി ഇപ്പോഴും തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്ന ഒരു സാഹചര്യം ഉണ്ട്. അതേസമയം തന്നെ ഈ ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് വലിയ പ്രതിഷേധം ഇന്ന് അലയടിക്കുന്ന ഒരു സാഹചര്യം തന്നെയായിരുന്നു. ഈ കാട്ടാന ആക്രമണങ്ങൾ ഇങ്ങനെ തുടരുമ്പോൾ അത് ഇനി ആവർത്തിക്കാതിരിക്കാൻ ഒരു ശാശ്വത പരിഹാരം വേണമെന്നുള്ളൊരു ആവശ്യമാണ് പ്രധാനമായിട്ടും ഉയർന്നത്. വിവരങ്ങൾ നൽകിയത് അരുൺ ആലത്തൂർ.